നമ്മൾക്ക് റൈസ് പോയത്തിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേതാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം കേട്ടോ. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് കേട്ടോ. ഓഫ് ഓൾ ദ മെമ്മറീസ് ഓഫ് ഹിസ് ഹോംലാൻഡ് ദ നറേറ്റർ തിങ്സ് ഓഫ് റൈസ് ഫസ്റ്റ്. വാട്ട് ഡസ് ദിസ് ഷോ? അപ്പോൾ ഹോംലാൻഡിനെ കുറിച്ചുള്ള, ജന്മനാടിനെ കുറിച്ചുള്ള ഓർമ്മയിൽ ഇദ്ദേഹത്തിന് ഏറ്റവും ആദ്യം വരുന്നത് റൈസിൻ്റെ ഓർമ്മയാണ്. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഇറ്റ് ഷോസ് ഹിസ് എക്സ്ട്രീം ലവ് ഫോർ റൈസ്. ചോറിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഭയങ്കര ഇഷ്ടം. ഹീ ഈസ് എ റൈസ് ഈറ്റർ. ഫോർ ദ ലാസ്റ്റ് 4 years ഹി ഹാസ് ബീൻ ഈറ്റിംഗ് ചപ്പാത്തീസ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഇദ്ദേഹം ചപ്പാത്തി തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നൗ ഹീ ഈസ് ക്രേവിങ് ഫോർ റൈസ്. ഇപ്പോൾ അദ്ദേഹം ചോറിന് വേണ്ടി കൊതിക്കുകയാണ്. ക്രേവിങ് ഫോർ റൈസ് എന്ന് പറഞ്ഞാൽ, ക്രേവിങ് എന്നുള്ളതിൻ്റെ മീനിങ് ഭയങ്കര കൊതി എന്നാണ്. ഐസ്ക്രീമിനോടൊക്കെ നമ്മൾ ക്രേവിങ് ഫോർ ഐസ്ക്രീം എന്ന് പറയില്ലേ നമ്മൾ. അപ്പോൾ ക്രേവിങ് ഫോർ റൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചോറിനോട് ഭയങ്കര ഒരു കൊതി ഇദ്ദേഹത്തിന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ചസ്, ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് കേട്ടോ, അവിടെ 3 എന്നാണ് നോക്കുന്നത്, സോറി. വാട്ട് ചേഞ്ചസ് ഇൻ ദ നേറ്റീവ് വില്ലേജ് ഡസ് ദ നറേറ്റർ നോട്ടീസ് ഓൺ ഹിസ് റിട്ടേൺ? അദ്ദേഹത്തിൻ്റെ തിരിച്ചുള്ള ഗ്രാമത്തിലേക്കുള്ള തിരികെ ഞാൻ വരുമെന്ന ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹം കണ്ട ചേഞ്ചസ് എന്തൊക്കെയാണ്? ദർ ആർ മെനി ചേഞ്ചസ് ഇൻ ഹിസ് നേറ്റീവ് വില്ലേജ്. നേറ്റീവ് വില്ലേജിൽ ഒത്തിരി ചേഞ്ചസ് കണ്ടു. എന്താണ് ആദ്യത്തേത്? പാം താച്ച്ഡ് ഹൗസസ് ആർ ഗോൺ. ഓലമേഞ്ഞ കുടിലുകളെല്ലാം കാണാനില്ല, ഒന്നും ഇല്ലിപ്പോൾ. ദർ ആർ ഓൺലി റബ്ബർ പ്ലാന്റ്സ് ദെയർ. അവിടെ റബ്ബർ പ്ലാന്റ്സ് മാത്രമാണുള്ളത്. ദർ ആർ നോ റൈസ് ഫീൽഡ്സ് എനിമോർ. റൈസ് ഫീൽഡ് ഒന്നും കാണാനില്ല. ദർ ഇസ് നോ നോയ്സ്. ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന രണ്ടും ഓർത്തിരിക്കണേ. ദർ ഇസ് നോ നോയ്സ് ഓഫ് പീപ്പിൾ ബിലോ, നോ ഷൗട്ട്സ് ഓഫ് പ്ലഫിങ്. അപ്പോൾ ആൾക്കാരുടെ ബഹളവുമില്ല, പ്ലഫിങ്ങിൻ്റെ ബഹളവുമില്ല, ഷൗട്ടിങ് ഇല്ല, പാട്ടില്ല പ്ലഫിങ്ങിൻ്റെ സമയത്തുള്ള അല്ലെങ്കിൽ നെല്ല് ഞാറൊക്കെ നടുന്ന സമയത്തുള്ള പാട്ടുകളോ അല്ലെങ്കിൽ കാളകളെ പൂട്ടുമ്പോഴുള്ള പാട്ടോ ബഹളമോ ഒന്നുമില്ല. ആൾക്കാരുടെ ഒരു ബഹളവുമില്ല. ഇത് നിങ്ങൾ ഓർത്തിരിക്കണേ. ദർ ഇസ് നോ നോയ്സ് ഓഫ് പീപ്പിൾ, നോ ഷൗട്ട്സ് ഓഫ് പ്ലഫിങ്. ദ ഹോൾ ഫീൽഡ് ഈസ് പ്ലാന്റഡ് വിത്ത് ഓർക്കനട്ട് പ്ലാന്റ്സ്. അടയ്ക്കാമരം നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് എല്ലായിടത്തും. ഇൻ ദ കോർണർ എലോങ് ദ കനാൽ ദർ ആർ ഡെൽവുഡ് ട്രീസ് വിച്ച് വെയർ നോട്ട് ദെയർ ബിഫോർ. ഇപ്പം ക്യാഷ് ക്രോപ്സ്, റബ്ബർ പോലെയുള്ള വേറെ മരങ്ങളും ഒക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെയാണ് ചേഞ്ചസ്. അടുത്തത്, ഓൺലി ഫൂൾസ് ടേൺ ടു റൈസ് ഫാമിംഗ് ഫോർ ഗെയിൻ. വൈ ഡസ് ദ ഫാദർ സേസ്? അപ്പോൾ ഫാദർ അവസാനം പറയുകയാണ്, എന്താ പറയുന്നത്? ഫൂൾസ് മാത്രമാണ്. ഇനി റൈസ് ഫാമിങ്ങിലേക്കൊന്നും പോയിട്ടൊരു കാര്യമില്ല. അത് ഓൺലി ഫൂൾസ് ടേൺ ടു റൈസ് ഫാമിങ്. ഫൂൾസ് മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ അങ്ങനെ പറയാൻ കാരണം എന്താണ്? ദ ഫാദർ സേസ് സോ ബിക്കോസ് നോബഡി പ്രൊമോട്ട്സ് ദ ഫാമിംഗ് ഓഫ് റൈസ്. ഇപ്പം ആരും ഫാമിങ്ങിനെ ഒന്നും ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഒരു ഗവൺമെൻറ്റും പ്രൊമോട്ട് ചെയ്യുന്നില്ല. റൈസ് ഫാമിംഗ് വാസ് ക്വയറ്റ് ഇൻകൺവീനിയൻറ്റ് ആൻഡ് ദ ഫാമർ ഗെയിൻ നത്തിങ്. ഇപ്പം റൈസ് ഫാമിങ്ങിന് ഒത്തിരിയേറെ ചിലവുണ്ട്, ഒത്തിരിയേറെ ഇൻകൺവീനിയൻസ് ഉണ്ട്. പക്ഷേ അതിനനുസരിച്ച് പ്രോഫിറ്റൊന്നും അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ഗെയിനും ഒരു നേട്ടവും ഫാമറിന് കിട്ടാനില്ല. റബ്ബർ ബ്രിങ്സ് ബെറ്റർ മണി. ഇപ്പം റബ്ബർ എന്ന് പറയുന്ന ഒരു നല്ല ക്യാഷ് ക്രോപ്പാണ്. അതിൽ നിന്ന് കൂടുതൽ പണം നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാരെല്ലാം റൈസ് ഫാമിംഗ് ഉപേക്ഷിച്ചത്. ദ ഗവൺമെൻറ് ഗീവ്സ് റൈസ് ടു ദോസ് ഹു ഹാവ് നോ പാഡി ഫീൽഡ്. പാഡി ഫീൽഡ് ഇല്ലാത്തവർക്ക് ഗവൺമെൻറ് റൈസ് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ പിന്നെ ഈ ഈ ഇൻകൺവീനിയൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി ചിലവ് പിടിച്ച ഈ റൈസ് ഫാമിങ്ങിലേക്ക് ഇനി ആരും പോകില്ല, വിഡ്ഢികൾ മാത്രമേ പോകൂ എന്നാണ് ഫാദർ പറയുന്നത്. അടുത്ത്, ക്യാൻ വി ഗെറ്റ് സം ഹസ്ക് ഫ്രം ദ സെൻറ്റർ ടു മേക്ക് ടോയ്സ് വിത്ത് ഇറ്റ്? ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. നോക്കുക. ദ പോയറ്റ് ഹാഡ് ഗോൺ എന്നുള്ളത് V3 ഫോം നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കാനാണ്. പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ കൂടെ V3 ഉപയോഗിച്ചിരിക്കുന്നത്. ഗോൺ, അതാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ദ പോയറ്റ് ഹാഡ് ഗോൺ ടു നോർത്ത് ഇന്ത്യ ആൻഡ് ഡിഡ് എ 4-year റിസർച്ച് ഓൺ മേക്കിംഗ് ടോയ്സ് വിത്ത് ഹസ്ക്. അപ്പം 4 വർഷമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? അവിടെ ഹസ്കിനെ കുറിച്ച് റിസർച്ച് ചെയ്യായിരുന്നു. എന്തിനു വേണ്ടി? ടു മേക്ക് ടോയ്സ്. ഹസ്ക് വെച്ച് ടോയ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് അദ്ദേഹം റിസർച്ച് ചെയ്യായിരുന്നു. ഹി ഗോട്ട് എ ഡോക്ടറേറ്റ് ഡിഗ്രി അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് റിസർച്ചിൻ്റെ അവസാനം അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഡോക്ടറൽ ഡിഗ്രിയൊക്കെ കിട്ടി. നൗ ഹി കംസ് ബാക്ക് ടു കേരള. ഇനി കേരളത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരുവാണ്. തിരിച്ചു വന്നപ്പോൾ എന്തെങ്കിലും കണ്ടോ? ആൻഡ് ഫൈൻഡ്സ് ഔട്ട് ദാറ്റ് ദർ ഈസ് നോ മോർ റൈസ് കൾട്ടിവേഷൻ ഹിയർ ആൻഡ് കോൺസിക്വൻ്റ്ലി നോ ഹസ്ക് ടു മേക്ക് ടോയ്സ് വിത്ത് ഇറ്റ്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ 4 വർഷത്തിന് ശേഷം
After his doctorate degree, he comes back to Kerala and he finds there is no field and consequently no husk. Rice field illa. As a result, there is no husk. To make toys with husk, he has to get husk from center. അപ്പോൾ അവിടെയാണ് പറയുന്നത് ഇനി ഹസ്ക് ഉണ്ടാക്കണമെങ്കിൽ, ഇനി ടോയ്സ് ഉണ്ടാക്കണമെങ്കിൽ ഹസ്ക് വാങ്ങിക്കാനായിട്ട്, കച്ചി വാങ്ങിക്കാനായിട്ട് ഇനി വീണ്ടും കേന്ദ്രത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഹി ഡിഡ് ദ റിസർച്ച് ടു ഹെൽപ്പ് ദ സ്റ്റേറ്റ് ടു ഫൈൻഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം. ഒരു നല്ല ഇൻകം ഉണ്ടാകുവാനും ഒരു നല്ല തൊഴിൽ കിട്ടാനും ഒക്കെ ആയിട്ട് എന്താണ് ഇദ്ദേഹം പഠിക്കാനായിട്ട് പോയതാണ് ഇപ്പോൾ. ബട്ട് ഹി ഡിഡ് ദ റിസർച്ച് ടു ഹെൽപ്പ് ദ സ്റ്റേറ്റ് ടു ഫൈൻഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം. അപ്പം കേരളത്തിൽ തന്നെ ഒരു നല്ല എംപ്ലോയ്മെൻറ്റും ഒക്കെ കണ്ടുപിടിക്കാനായിട്ടാണ് ഇദ്ദേഹം പോയത്. പക്ഷേ ഇപ്പോൾ ഒന്നും ഇല്ല. ഓക്കെ, ഇനി നോക്കിയേ. To make he did the research to help state to find employment and income. What use of the state will have with his doctorate. ഇപ്പം ഇനി ഇദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് കൊണ്ട് ഏത് ഗവൺമെൻറ്റിനാണ് ഇനി പ്രയോജനം കിട്ടുക എന്നാണ് ചോദിക്കുക. അപ്പോൾ ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? അൾട്ടിമേറ്റ്ലി all these show the situation of the farmer, the poor situation of the poor farmer, the pathetic situation of the farmer and the dilemma he is facing. Okay, next question. Handloom dhoti stained with yellow mud. What does this line imply? ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഹാൻഡ്ലൂം ധോത്തി സ്റ്റെയിൻഡ് വിത്ത് യെല്ലോ മഡ്, സ്റ്റെയിൻഡ് കറ പിടിച്ച ചെളി പിടിച്ച ഹാൻഡ്ലൂം ധോത്തി, അതെന്താണ് കാണിക്കുന്നത്? ഒറ്റ വാക്കിൽ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ദ ഹാർഡ് വർക്ക് ഓഫ് ദ ഫാമർ. ദിസ് ലൈൻ ഡിസ്ക്രൈബ്സ് എ ഫാമർ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്. ഹി ഈസ് വിയറിംഗ് എ ഹാൻഡ്ലൂം ധോത്തി. The field is full of muddy water and since he is working on it, his dhoti is stained by the muddy water. അപ്പം ചെളി ഉള്ള അടുത്ത് വർക്ക് ചെയ്യുന്നു, അല്ല ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് അപ്പടി ചെളി പിടിച്ചിരിക്കുന്നു. ഇറ്റ് ഇംപ്ലൈസ് ദ ഹാർഡ് വർക്ക് ഓഫ് ദ ഫാമർ. അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത്, റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം റൈസ്. I'll reach home in good time at last, just as my mother drains the well-cooked rice. This is better money, what good times. How is the expression good times used in the above two contexts? Substantiate your answer. ഈ ഗുഡ് ടൈം എന്ന് പറഞ്ഞിരിക്കുന്നു, രണ്ട് ഗുഡ് ടൈം പറഞ്ഞിട്ടുണ്ട് അല്ലേ? I will reach home in good time at last, just as my mother drains the well-cooked rice. This is better money, what good times. അപ്പോൾ ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? നമുക്ക് നോക്കാം ആൻസർ എന്താണെന്ന്. The expression good time is used with two different meanings in the poem. I will reach home in good time means I will reach home soon or promptly or without much delay. അതായത് ഗുഡ് ടൈം, ഇവിടെ ആദ്യത്തെ ഗുഡ് ടൈം കാണിക്കുന്നത് അധികം താമസിയാതെ ഞാൻ വീട്ടിലെത്തുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് എന്താണ്, അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നല്ല ചൂട് ചോറ് ഉണ്ണണം, അതാണ് അല്ലേ. ഐ വിൽ റീച്ച് ഹോം ഇൻ ഗുഡ് ടൈം മീൻസ് ഐ വിൽ റീച്ച് ഹോം സൂൺ ഓർ പ്രോംപ്റ്റ്ലി ഓർ വിതൗട്ട് മച്ച് ഡിലേ. ദ സൺ ഹൂ ഈസ് ഇൻ നോർത്ത് ഇന്ത്യ സ്റ്റഡിയിങ് ഫോർ ഹിസ് ഡോക്ടറേറ്റ് ഈസ് ടയേർഡ് ഓഫ് ഈറ്റിംഗ് ചപ്പാത്തീസ് ഓൾ ദ ടൈം. അപ്പോൾ അവിടെ 4 വർഷമായിട്ട് അദ്ദേഹം നോർത്ത് ഇന്ത്യയിലായിരുന്നു. അപ്പോൾ അവിടെ ചപ്പാത്തി കഴിച്ച് ഇദ്ദേഹം മടുത്തു, ഓൾ ദ ടൈം. ആൻഡ് നൗ ഹി ഈസ് ഡ്രീമിങ് ഓഫ് ഈറ്റിംഗ് ദ വെൽ കുക്ക്ഡ് റൈസ് വിച്ച് ഹിസ് മദർ ഹാസ് ഡ്രെയിൻഡ്. ഇപ്പം ഡ്രെയിൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ചോറ് വേവിച്ചിട്ട് അത് ഈ വാർക്കുന്ന ഒരു പരിപാടിയുണ്ട്. അടുക്കളയിലൊക്കെ കയറിയിട്ടുണ്ടോ ആവോ നിങ്ങളൊക്കെ? അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പരിപാടിയുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് മദർ ഹാസ് ഡ്രെയിൻ. മദർ ആ ചോറ് നല്ല വാർത്ത് എടുത്തു വച്ചിരിക്കുന്ന ആ വെൽ കുക്ക്ഡ് റൈസ് കഴിക്കാനായിട്ട് ഇദ്ദേഹത്തിന് നല്ല കൊതിയായി. അപ്പോൾ അതാണ് ഗുഡ് ടൈം കാണിക്കുന്നത്. ഓക്കെ, ഇനി അത് ആദ്യത്തെ ഗുഡ് ടൈം അല്ലേ, ആദ്യത്തെ ഗുഡ് ടൈമാണിത്. ഗുഡ് ടൈം അറ്റ് ലാസ്റ്റ് ജസ്റ്റ് മൈ മദർ ഡ്രെയിൻസ് ദ വെൽ കുക്ക്ഡ് റൈസ്. അതാണ് അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ചോറ് കഴിക്കാനായിട്ട് അധികം താമസിയാതെ ഞാൻ ചെല്ലും. അതാണ് ഫസ്റ്റ് ഗുഡ് ടൈം. ഇനി അടുത്തത് എന്താണ്? ബെറ്റർ മണി. നമുക്ക് നോക്കാം. സോ ഹി വാണ്ട്സ് ടു റീച്ച് ഹോം ആസ് ക്വിക്ക്ലി ആസ് ഹീ ക്യാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഹി ഹോപ്സ് ഹി വിൽ റീച്ച് ഹോം ഇൻ ഗുഡ് ടൈം, ദാറ്റ് ഈസ് വെരി സൂൺ ടു ഈറ്റ് റൈസ്. അപ്പോൾ അതാണ് ആദ്യത്തെ മീനിങ് അല്ലേ. ബട്ട് ഇൻ ദ സെക്കൻഡ് യൂസ്, വാട്ട് ഗുഡ് ടൈംസ്? ദ ഫ്രേസ് ഗുഡ് ടൈംസ് റെഫേഴ്സ്
ടു പ്രോസ്പെരിറ്റി. ഗുഡ് ടൈം എന്ന് പറഞ്ഞാൽ അത് സമൃദ്ധിയെ കാണിക്കുന്നതാണ്. സമൃദ്ധി, ഇഷ്ടംപോലെ പണം, സൗകര്യങ്ങളൊക്കെ ഉള്ളത്. ദ ടൈം വെൻ വൺ ഹാസ് പ്ലെൻറ്റി ഓഫ് മണി. പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വൺ ഹാസ് ടൈം വെൻ വൺ ഹാസ് പ്ലെൻറ്റി ഓഫ് മണി. ഓക്കെ. പീപ്പിൾ ഓഫ് ഹിസ് വില്ലേജ് ഹാവ്. ഇപ്പോൾ ഞാൻ പീപ്പിളും ഹാവും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ വെർബ്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ഈ കൂടെ ഒന്നുകൂടി നിങ്ങൾ ഓർത്ത് പോവുക. പീപ്പിൾ ഓഫ് ഹിസ് വില്ലേജ് ഹാവ്. പീപ്പിളാണ് ഹാവ്. പീപ്പിൾ ഹാവ്, വില്ലേജ് ഹാസ് അല്ല കേട്ടോ. പീപ്പിൾ ഹാവ് അബാൻഡൻറ്റ് റൈസ് കൾട്ടിവേഷൻ ആൻഡ് ഹാവ് സ്റ്റാർട്ടഡ് കൾട്ടിവേറ്റിംഗ് ക്യാഷ് ക്രോപ്സ് ഫോർ ഗുഡ് ടൈം ആൻഡ് ബെറ്റർ മണി. ഇപ്പം രണ്ടാമത്തെ ഗുഡ് ടൈം കാണിക്കുന്നത് എന്താണ്? ക്യാഷ് ക്രോപ്പ് വയ്ക്കുകയാണെങ്കിൽ ഒരു ബെറ്റർ ഫ്യൂച്ചർ അവർക്കുണ്ടാകും. ഈ റൈസ് കൾട്ടിവേഷനെ കഴിഞ്ഞും ഏറ്റവും നല്ല പരിപാടിയാണ് ക്യാഷ് ക്രോപ്പ്, റബ്ബർ പോലെയുള്ള ക്യാഷ് ക്രോപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം അവർ അബാൻഡൻറ്റ് റൈസ് കൾട്ടിവേഷൻ ഉപേക്ഷിച്ചിട്ട് ഇൻസ്റ്റെഡ് ഓഫ് പാഡി കൾട്ടിവേഷൻ അല്ലെങ്കിൽ റൈസ് കൾട്ടിവേഷൻ ഉപേക്ഷിച്ചിട്ട് ദേ ആർ കൾട്ടിവേറ്റിംഗ് നൗ ക്യാഷ് ക്രോപ്സ്. ഇപ്പോൾ ക്യാഷ് ക്രോപ്സ് ഉണ്ടാക്കി ഒരു നല്ല ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാക്കുന്നതിനാണ് രണ്ടാമത്തെ ഗുഡ് ടൈം കാണിക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മീനിങ് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ. നെക്സ്റ്റ്, എലാബറേറ്റ് ദ ഐഡിയ ഇൻ ദ ലൈൻസ് ഗിവൺ ബിലോ. ദിസ് ഈസ് ബെറ്റർ ദാൻ മണി വാട്ട് ഗുഡ് ടൈംസ്. ദ ഗവൺമെൻറ് ഗീവ്സ് റൈസ് ടു ദോസ് ഹു ഡോണ്ട് ഹാവ് പാഡി ഫീൽഡ്സ്. ഇതും വരാൻ ചാൻസ് ഉള്ളതാണ്. നമുക്ക് നോക്കാം. This should be taken as a joke because no government can give rise to those who don't have paddy fields. അപ്പോൾ അദ്ദേഹം ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചയും ആൾക്കാർ പറയുന്നതൊക്കെയാണ്. എന്താണ്? ഗവൺമെൻറ് അരിയില്ലാത്തവർക്ക് ഗവൺമെൻറ് അരി കൊടുക്കുന്നു. പക്ഷേ ദിസ് ഈസ് നോട്ട് പോസിബിൾ. ദിസ് ഷുഡ് ബി ടേക്കൺ ആസ് എ ജോക്ക് ബിക്കോസ് നോ ഗവൺമെൻറ് ക്യാൻ ഗീവ് റൈസ് ടു ദോസ് ഹു ഡോണ്ട് ഹാവ് പാഡി ഫീൽഡ്. പാഡി ഫീൽഡ് ഇല്ലാത്തവർക്ക് മുഴുവൻ അരി കൊടുക്കാൻ ഒരു ഗവൺമെൻറ്റും പറയുന്നില്ല, അല്ലെങ്കിൽ അത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. The paddy cultivators are only a few and the vast majority of the people don't have paddy fields. അപ്പോൾ കുറച്ച് പേര് മാത്രമാണ് കർഷകരായിട്ടുള്ളത്. ബാക്കിയുള്ളവർക്കൊന്നും പാഡി ഫീൽഡ് ഇല്ല. അപ്പോൾ അവർക്ക് മുഴുവൻ അരി കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഹൗ ഈസ് ഇറ്റ് ദെൻ പോസിബിൾ ഫോർ ദ ഗവൺമെൻറ് ടു ഗീവ് റൈസ് ടു ഓൾ? അപ്പം ഗവൺമെൻറ്റിന് ഈ പാഡി ഫീൽഡ് ഇല്ലാത്തവർക്ക് മുഴുവൻ പാഡി അല്ലെങ്കിൽ റൈസ് കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇഫ് ദ ഗവൺമെൻറ് ഗീവ്സ് റൈസ് ടു ദോസ് വിതൗട്ട് പാഡി ഫീൽഡ്സ്, പാഡി ഫീൽഡ് ഇല്ലാത്തവർക്ക് ഈ റൈസ് കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ബെറ്റർ ദാൻ മണി. അപ്പം അതാണ് നല്ലത്. പൈസ കൊടുക്കുന്നതിൽ നല്ലത് ഈ വയലില്ലാത്തവർക്ക് അരി കൊടുക്കുന്നതല്ലേ. വി ക്യാൻ ഷുവർലി സേ ദാറ്റ് ദെൻ ദ ഗുഡ് ടൈംസ് ഹാവ് കം ടു അവർ ലാൻഡ്. അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും എന്താണ്, ഈ നമുക്കൊരു നല്ല സമയം വന്നു എന്ന് പറയാൻ പറ്റും. അപ്പോൾ മാത്രമാണ് പറയാൻ പറ്റുക. എപ്പോൾ? അതായത് ഇഫ് ദ ഗവൺമെൻറ് ഈസ് റെഡി ടു ഗീവ് മണി ടു ഓൾ ദ ഫാമേഴ്സ്. ഓക്കെ, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നോക്കിക്കുക, അടുത്ത എണ്ണം കൂടെ ഉണ്ട്. ദിസ് കൈൻഡ് ഓഫ് റിഡിക്യൂൾ ഓഫ് ദിസ് ഈസ് എ കൈൻഡ് ഓഫ് റിഡിക്യൂൾ അറ്റ് ദ റൂളേഴ്സ് ഹൂ ഒബ്വിയസ്ലി കനോട്ട് ഫുൾഫിൽ ദ ഡ്രീംസ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ ശരിക്കും ഗവൺമെൻറ്റിനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു സറ്റയറാണ് അല്ലേ. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് റിഡിക്യൂൾ അറ്റ് ദ റൂളേഴ്സ്. റൂളേഴ്സിനെ കളിയാക്കിക്കൊണ്ട് അവരെ പരിഹസിക്കുകയാണ്. ഒബ്വിയസ്ലി കനോട്ട് ഫുൾഫിൽ ദ ഡ്രീംസ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങൾക്ക് ഒത്തിരിയേറെ സ്വപ്നങ്ങളുണ്ട്, കർഷകർക്ക് പ്രത്യേകിച്ച്. കർഷകരാണല്ലോ കൂടുതലും അല്ലേ. ഇപ്പം നമുക്ക് ഈ കർഷക സമരത്തിൻ്റെയൊക്കെ കോണ്ടെക്സ്റ്റിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഓർ ദിസ് ക്യാൻ ബി കൺസിഡർഡ് ആസ് ആൻ ഇലക്ഷൻ പ്രോമിസ് വിച്ച് വിൽ നെവർ ബി ക്യാരിഡ് ഔട്ട്. അപ്പോൾ ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ആൾക്കാർ അല്ലെങ്കിൽ നേതാക്കൾ, രാഷ്ട്രീയക്കാർ ഓരോ സമയത്തും ഇലക്ഷൻ വരുന്ന ഓരോ സമയത്തും അവർ ഓരോരോ പ്രോമിസസ് പാവം കർഷകർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കും. അത് ദേ വോണ്ട് ഫുൾഫിൽ ഇറ്റ് ഓർ they will not be carried out ever. ഒരിക്കലെങ്കിലും ഇത് ക്യാരി ഔട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. When standing for elections, various parties will come out with empty promises. This can be just one of them to fool the ignorant masses who never really learn their lessons. അപ്പോൾ ഇത് വരാൻ ചാൻസ് ഉള്ളതാണ്. നിങ്ങൾ ഇതൊക്കെ കാണാതെ പഠിക്കുക ഈ പോയിൻറ്റ്സൊക്കെ കേട്ടോ. ദിസ് ക്യാൻ ബി ജസ്റ്റ് വൺ ഓഫ് ദം. അപ്പോൾ അതായത് കർഷകർക്ക് മുഴുവൻ, അതായത് പണിയില്ലാത്ത അല്ലെങ്കിൽ പാടമില്ലാത്ത കർഷകർക്ക് മുഴുവൻ അരി കൊടുക്കും എന്നൊക്കെ പറയുന്നത് ഒരു ഇലക്ഷൻ എന്താണ്, ഒരു ബ്ലണ്ടറായിട്ട് പറയാണ്. വെറുതെ ഇലക്ഷൻ ഒരു പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആയുധമായിട്ട് എടുക്കുകയാണ്. ദിസ് ക്യാൻ ബി ജസ്റ്റ് വൺ ഓഫ് ദം ടു ഫൂൾ ദ ഇഗ്നറൻറ്റ് മാസസ്. ഇഗ്നറൻറ്റ് എന്ന് പറഞ്ഞാൽ അജ്ഞരായിട്ടുള്ള ജനങ്ങൾക്ക് അവരെ വെറുതെ കയ്യിലെടുക്കാൻ വേണ്ടി പറയുന്നതാണ്. ആൻഡ് ദേ ആർ നോട്ട് ഗോയിങ് ടു ലേൺ
എ ലെസൺ. ഒന്നിൽ നിന്നും ജനങ്ങൾ പാഠം പഠിക്കുകയില്ല. അതാണ്. ദിസ് ക്യാൻ ബി ജസ്റ്റ് വൺ ഓഫ് ദം ടു ഫോൾ ദ ഇഗ്നറൻറ്റ് മാസസ് ഹു നെവർ റിയലി ലേൺ ദെയർ ലെസൺ. ഇനി അടുത്തത്, പ്രിപ്പയർ എ റൈറ്റപ്പ് ഓൺ ദ സോഷ്യോ കൾച്ചറൽ ചേഞ്ചസ് സറ്ററൈസ്ഡ് ബൈ ചെമ്മനം ചാക്കോ ഇൻ ദ പോയം റൈസ്. ഇതും വരാൻ ചാൻസ് ഉള്ളതാണ്. നമുക്ക് നോക്കാം. ഇൻ ദ പോയം, അപ്പോൾ എന്താണ് ഈ പോയത്തെക്കുറിച്ചൊരു റൈറ്റപ്പ് തയ്യാറാക്കാനാണ്. റൈറ്റപ്സ് നിങ്ങൾക്ക് വരുന്നതാണ്. നമുക്ക് നോക്കാം പെട്ടെന്ന്. ഇൻ ദിസ് പോയം റൈസ്, ചെമ്മനം ചാക്കോ വാസ് വെഹിമെൻ്റ്ലി മീൻസ് ഫ്യൂരിയസ്ലി സറ്ററൈസ്ഡ് ദ സോഷ്യോ കൾച്ചറൽ ചേഞ്ചസ് എസ്പെഷ്യലി എമംഗ് ദ ഫാമേഴ്സ്. അപ്പം ഇദ്ദേഹം എന്തിനെക്കുറിച്ചാണ് വാചാലനാകുന്നത്? ഈ കർഷകരുടെ ഇടയിൽ അവരുടെ സോഷ്യോ കൾച്ചറൽ ചേഞ്ചസ് ആണ്, അതിനെയാണ് ഇദ്ദേഹം വിഷയമാക്കുന്നത്. ദ പോയം ഈസ് ലേസ്ഡ് വിത്ത് സ്കോൺ ആൻഡ് സർക്കാസം. പുച്ഛവും പരിഹാസവും ഒക്കെ കലർന്ന ഒരു മൂഡാണ് ഈ പോയം. ദ സൺ ഓഫ് എ ഫാമർ ഗോസ് ടു നോർത്ത് ഇന്ത്യ ടു ഡു എ റിസർച്ച് ഓൺ മേക്കിംഗ് ടോയ്സ് വിത്ത് റൈസ് ഹസ്ക്. എന്താണ് ഹസ്ക് എന്ന് പറഞ്ഞാൽ കച്ചിയും കൊണ്ട് ടോയ്സ് ഉണ്ടാക്കുന്ന ഒരു റിസർച്ച്, അതിനെക്കുറിച്ചൊരു റിസർച്ച് ചെയ്യാനായിട്ട്, അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരു സൺ ഓഫ് എ ഫാമർ, ഒരു കൃഷിക്കാരൻ്റെ പുത്രൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോവുകയാണ്. ഹി വർക്ക്സ് ഹാർഡ് ഫോർ 4 years ഈറ്റിംഗ് ചപ്പാത്തി ഡേ ആഫ്റ്റർ ഡേ. അപ്പം എല്ലാ ദിവസവും ചപ്പാത്തിയും കഴിച്ച്, അതായത് ഈ റൈസിൻ്റെ നാട്ടിൽ നിന്ന് പോയിരിക്കുകയാണ് അല്ലേ. അപ്പം എല്ലാ ദിവസവും ചപ്പാത്തിയും കഴിച്ച് അയാൾ അവിടെ കഴിയുകയാണ്. ഫൈനലി ഹി സക്സീഡ്സ് ഇൻ ഗെറ്റിംഗ് എ ഡോക്ടറേറ്റ്. അപ്പോൾ അവസാനം 4 വർഷം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഡോക്ടറേറ്റൊക്കെ കിട്ടി ഇദ്ദേഹം തിരിച്ചു വരികയാണ്. ഹി മസ്റ്റ് ഹാവ് തോട്ട് ഓഫ് ഡൂയിങ് റിസർച്ച് ഇൻ ദ പോസിബിലിറ്റീസ് ഓഫ് ഹസ്ക് ബിക്കോസ് ആസ് ദ സൺ ഓഫ് എ റൈസ് ഫാമർ ഹി ഹാഡ് പ്ലെൻറ്റി ഓഫ് ഹസ്ക് അറ്റ് ഹോം ആൻഡ് ഓൾസോ ഇൻ ദ ഹോം നിയർ ബൈ. അപ്പോൾ ഇദ്ദേഹം ചിന്തിച്ച് കാണും, ഡോക്ടറേറ്റൊക്കെ എടുത്തു വരുന്ന ആ സമയത്ത് അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇഷ്ടംപോലെ നാട്ടിൽ ഇഷ്ടംപോലെ പാഡി ഫീൽഡ്സ് ഉണ്ട്, അതിലിഷ്ടംപോലെ ഹസ്ക് ഉണ്ട്, ആ ഹസ്കിൽ നിന്ന് ഇഷ്ടംപോലെ ടോയ്സ് ഉണ്ടാക്കാം, ആ ടോയ്സിൽ നിന്ന് ഇഷ്ടംപോലെ പണമൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് സ്വപ്നം കണ്ട് ഇയാൾ വരികയാണ്. ഹി മസ്റ്റ് ഹാവ് തോട്ട് ഓഫ് ഡൂയിങ് റിസർച്ച് ഓൺ പോസിബിലിറ്റീസ് ഓഫ് ഹസ്ക് ബിക്കോസ് ആസ് ദ സൺ ഓഫ് എ റൈസ് ഫാമറുടെ ഒരു മോനാണ്. അപ്പോൾ ഇഷ്ടംപോലെ പാഡി ഫീൽഡുണ്ട്. ഹി ഹാഡ് പ്ലെൻറ്റി ഓഫ് ഹസ്ക് അറ്റ് ഹോം ആൻഡ് ഓൾസോ ഇൻ ദ ഹോംസ് നിയർ ബൈ. അപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഹസ്ക് തികഞ്ഞില്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് ഹസ്ക് എടുക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. ബൈ യൂസിങ് ഹസ്ക് ഫോർ ടോയ് മേക്കിംഗ് എ ലോട്ട് ഓഫ് പീപ്പിൾ കുഡ് ഫൈൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ എ സ്റ്റേറ്റ് നൊട്ടോറിയസ് ഫോർ അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റിന് കുപ്രസിദ്ധമായ ഈ സ്റ്റേറ്റിൽ ഇത്രയധികം ഹസ്ക് കിട്ടുന്നിടത്ത് അത് വെച്ച് ടോയ്സ് ഉണ്ടാക്കാം, അങ്ങനെ തൊഴിലില്ലാത്തവർക്ക് തൊഴിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ ഓർത്ത് ഇവൻ വരികയാണ്. ബട്ട് ദെൻ ദർ ഇസ് ആൻ ആൻറ്റി ക്ലൈമാക്സ്. അപ്പോൾ ഇങ്ങനെ വന്ന വഴിക്കാണ് അദ്ദേഹം കണ്ടത്, വെൻ ദ സൺ റിട്ടേൺസ് ഹോം, എന്താണ്, ദർ ഇസ് നോ ഹസ്ക് അറ്റ് ഓൾ ഇൻ ഹിസ് ഹൗസ് ഓർ ഇൻ ദ ഹൗസ് അറൗണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുമില്ല കച്ചി, അടുത്തുള്ള വീട്ടിലൊന്നുമില്ല കച്ചി, അവിടെ ഫീൽഡ് പോലുമില്ല. ദ ഫാമേഴ്സ് ദെയർ ഹാഡ് ഷിഫ്റ്റഡ് ടു ക്യാഷ് ക്രോപ്സ് ലൈക്ക് റബ്ബർ. അവിടെ ഫീൽഡൊന്നും കാണാനില്ല. ഓൾ ഹാവ് വാനിഷ്ഡ്. എന്താണ് റൈസ് ഫീൽഡ് ഓൾ വാനിഷ്ഡ് ആൻഡ് ഇൻ ദ പ്ലേസ് ഓഫ് rice field what is there now, they can see he sees the rubber plants as they found rice cultivation inconvenient and non profitable. അപ്പം ഈ റൈസ് കൾട്ടിവേഷൻ എന്നുള്ളത് നോൺ പ്രോഫിറ്റബിൾ ആണ്, ഇൻകൺവീനിയൻ്റ് ആണ്, അതുകൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് കണ്ടപ്പോൾ ആൾക്കാർ അതെല്ലാം മാറ്റിയിട്ട് ക്യാഷ് ക്രോപ്സ്, റബ്ബർ പോലെയുള്ള ക്യാഷ് ക്രോപ്സ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ് ഇദ്ദേഹം കണ്ടത്. മോറോവർ എ ലോട്ട് ഓഫ് ഇൻസെൻറ്റീവ്സ് വെയർ ഗിവൺ ബൈ ദ പ്രൊമോട്ടേഴ്സ് ടു കൾട്ടിവേറ്റ് ക്യാഷ് ക്രോപ്പ്. അപ്പോൾ ഈ ക്യാഷ് ക്രോപ്പിന് വേണ്ടി ഗവൺമെൻറ് ഒത്തിരിയേറെ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട്. ദ സൺ ഫൈൻഡ് ഹിസ് ഫാദർ വാച്ചിങ് പീപ്പിൾ സെറ്റിംഗ് അപ്പ് എ മെഷീൻ ഫോർ മേക്കിംഗ് റബ്ബർ ഷീറ്റ്. അപ്പോൾ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള റബ്ബർ ഷീറ്റൊക്കെ അടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതിനൊക്കെയുള്ള മെഷീനുണ്ട്. അപ്പോൾ ദ സൺ ഫൈൻഡ്സ് ഹിസ് ഫാദർ വാച്ചിങ് പീപ്പിൾ സെറ്റിംഗ് അപ്പ് മെഷീൻ ഫോർ മേക്കിംഗ് റബ്ബർ ഷീറ്റ്. അപ്പോൾ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് ആൾക്കാരിങ്ങനെ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്ന മെഷീൻ സെറ്റ് ചെയ്യുന്നതൊക്കെ ഇദ്ദേഹം കാണുകയാണ്. ഫാദർ വാച്ചിങ് പീപ്പിൾ സെറ്റിംഗ് അപ്പ് എ മെഷീൻ ഫോർ മേക്കിംഗ് റബ്ബർ ഷീറ്റ്. അപ്പോൾ ആ മെഷീൻ ഉണ്ടാക്കുന്ന അച്ഛൻ അവരുടെ കൂടെ നിന്ന് ഈ മെഷീൻ ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നത് മകൻ കാണുകയാണ്.
All the paddy fields are gone, and in their places what he sees are the rubber trees and the ഡെൽവുഡ് ട്രീ. അപ്പോൾ പാഡി ഫീൽഡ് ഒന്നുമില്ല ഇപ്പോൾ, അതിന് പകരം ക്യാഷ് ക്രോപ്സ്, നമ്മുടെ റബ്ബർ ട്രീ പോലെയുള്ള ക്യാഷ് ക്രോപ്സൊക്കെയാണ് ഇദ്ദേഹം കാണുന്നത്. ദർ ഈസ് biting sarcasm in the description of the chief minister flying to the center to request for more food grains to feed the people there here. അപ്പം എന്താണ് സർക്കാസം, എന്താണ് ഇവിടുത്തെ? ദ ചീഫ് മിനിസ്റ്റർ ഫ്ലൈയിങ് ടു ദ സെൻറ്റർ ടു റിക്വസ്റ്റ്. ചീഫ് മിനിസ്റ്റർ ഡൽഹിക്ക് പറക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റിക്വസ്റ്റ് ഫോർ മോർ ഫുഡ് ഗ്രെയിൻസ് ടു ഫീഡ് ദ പീപ്പിൾ ഹിയർ, അവിടെയുള്ള ആൾക്കാരെ. ഇപ്പോൾ ഈ ഉള്ള വയലെല്ലാം വെട്ടി നികത്തി അവിടെ റബ്ബർ ക്രോപ്പും റബ്ബർ ക്യാഷ് ക്രോപ്പ്, റബ്ബർ പോലുള്ള ക്യാഷ് ക്രോപ്പ്, അതുപോലെയുള്ള വില കൂടിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഇപ്പോൾ അരി തരാമോ എന്ന് ചോദിച്ച ചീഫ് മിനിസ്റ്റർ ഡൽഹിക്ക് പോവുകയാണ്. ദ സൺ കംസ് ഹോം ടു ഈറ്റ് റൈസ് ആഫ്റ്റർ ഗെറ്റിംഗ് ഫെഡ് അപ്പ് വിത്ത് ചപ്പാത്തീസ് മെയ്ഡ് ഓഫ് വീറ്റ് ഫ്ലോർ. അപ്പോൾ അവിടെ ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ചപ്പാത്തി കഴിച്ച് മടുത്ത് കൊതിയായിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോറ് കഴിക്കാനാണ് ഇദ്ദേഹം വരുന്നത്. ബട്ട് ഹിസ് വിഷ് കനോട്ട് ബി ഫുൾഫിൽഡ് ബിക്കോസ് ഹിയർ ഓൾസോ ഹി ഹാസ് ടു ഈറ്റ് തിങ്സ് മെയ്ഡ് ഓഫ് വീറ്റ് ഫ്ലോർ ആസ് ദർ ഇസ് നോ റൈസ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴും അദ്ദേഹം എന്താണ് കഴിക്കുന്നത്? തിങ്സ് മെയ്ഡ് ഓഫ് വീറ്റ് ആസ് ദർ ഈസ് നോ റൈസ്. ഇപ്പോൾ ഒരിടത്തും റൈസ് ഇല്ല, അതുകൊണ്ട് വീറ്റ് മാത്രമാണ് കഴിക്കുന്നത്. ഹിസ് ഡോക്ടറൽ ഡിഗ്രി ഈസ് നോ യൂസ്ലെസ് ആസ് ദർ ഈസ് നോ ഹസ്ക് ടു മേക്ക് ടോയ്സ്. അപ്പോൾ ആ ഡോക്ടറേറ്റ് വന്ന് 4 വർഷം കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ ഡോക്ടറേറ്റ് കൊണ്ട് ഇപ്പോൾ വല്ല ഗുണവുമുണ്ടോ? ദർ ഈസ് നോ യൂസ് ബിക്കോസ് ദർ ഈസ് നോ ഹസ്ക് ആൻഡ് ഹി വാസ് പ്ലാനിങ് ടു മേക്ക് ടോയ്സ് ഔട്ട് ഓഫ് ഹസ്ക്. അപ്പോൾ ഹസ്ക് വെച്ച് ടോയ്സ് ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ. അപ്പോൾ ഇവിടെ റൈസ് ഇല്ലാത്തതുകൊണ്ട് ഹസ്കുമില്ല. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ കണ്ട ആ സറ്റയർ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട്. ഒന്ന് നോക്കി നന്നായിട്ട് പഠിച്ചു പോവുക കേട്ടോ.